1000 പേർ മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. പക്ഷേ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 ലക്ഷത്തിലധികം പാമ്പുകളാണ്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നാം. പക്ഷേ ചൈനയിലെ സെജിയാങ് പ്രവിശ്യയിലുള്ള സിസിക്കായോ എന്ന ഗ്രാമത്തിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിനുള്ളിലും ലക്ഷക്കണക്കിന് പാമ്പുകൾ നമ്മളെ തുറിച്ചുനോക്കി ജീവിക്കുന്നുണ്ട്. കാഴ്ചയിൽ പച്ചപ്പും ഭംഗിയുമുള്ള ഒരു സാധാരണ ഗ്രാമമെന്ന് തോന്നുമെങ്കിലും ഉള്ളിലേക്ക് ചെന്നാൽ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു രഹസ്യം ഈ ഗ്രാമത്തിനുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി ചൈനക്കാർ പാമ്പുകളെ ഔഷധഗുണങ്ങൾ നിറഞ്ഞ ഒരു നിധിയായാണ് കാണുന്നത്. ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാമ്പുകളിൽ 70% ചൈനയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ 70%ൽ 30% വരുന്നത് ഈ ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. 1980-കൾ മുതലാണ് ഇവരുടെ വളരെ ഗൗരവമായി ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ ഈ ഗ്രാമമാണ് ചൈനയിലെ ഏറ്റവും വലിയ പാമ്പ് ഫാം എന്ന് പറയാൻ കഴിയില്ല. ചൈനയിലെ ഗ്വാങ്ഡോങ് പ്രവിശ്യയാണ് പാമ്പുകളുടെ കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തുള്ളത്. ഇറച്ചിക്കും മരുന്നിനുമുള്ള പ്രാദേശിക വിതരണത്തിൽ ഹെബെയ് പ്രവിശ്യയാണ് മുന്നിൽ നിൽക്കുന്നത്. ചൈനയുടെ പല ഭാഗങ്ങളിലും പാമ്പുകളെ വളർത്തി ഈ വ്യവസായത്തെ 100 കോടി വരുമാനം ലഭിക്കുന്ന ഒരു ബിസിനസ്സാക്കി മാറ്റാൻ ചൈനീസ് ജനതയ്ക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായ കാരണം ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ്. ഈ തൊഴിലിലൂടെ പ്രതിവർഷം 4 ലക്ഷം മുതൽ 5 ലക്ഷം യുവാൻ വരെ സമ്പാദിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യൻ മൂല്യത്തിൽ ഏകദേശം 48 ലക്ഷം മുതൽ 60 ലക്ഷം രൂപ വരെ വരും. ഇത്രയും വരുമാനം ലഭിക്കാൻ മാത്രം ഈ പാമ്പുകളിൽ എന്താണുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ചൈനയിൽ പാമ്പിറച്ചി പോഷക ഗുണങ്ങൾ നിറഞ്ഞൊരു ഭക്ഷണമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ പ്രോട്ടീൻ കൂടുതലാണെന്നും കൊഴുപ്പ് കുറവാണെന്നും അവർ വിശ്വസിക്കുന്നു. എക്സിമ പോലുള്ള ചർമ്മരോഗങ്ങളെപ്പോലും പാമ്പിറച്ചി സുഖപ്പെടുത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ശാസ്ത്രീയമായ തെളിവുകളില്ലെങ്കിലും ജനങ്ങൾ ഇത് വിശ്വസിക്കുന്നു. ജനങ്ങൾ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് പണമുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കിഴക്കൻ ഏഷ്യയിലെ ചില രാജ്യങ്ങളിൽ പാമ്പുകളുടെ പിത്തസഞ്ചിയും സ്നേക്ക് വൈനും വൃക്കകളെയും സന്ധികളെയും ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്തരത്തിൽ തെളിയിക്കപ്പെടാത്ത പല വിശ്വാസങ്ങൾ കാരണം പാമ്പ് വളർത്തൽ കോടിക്കണക്കിന് വരുമാനം നേടി രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു ഭാഗമായി വളർന്നു നിൽക്കുന്നു. ഒരു കുപ്പി സ്നേക്ക് വൈനിന് 88,000 മുതൽ 94,000 രൂപ വരെ വില വരുന്നു. ഇങ്ങനെയുള്ള പാമ്പ് ഫാമുകളിൽ ഒരു പാമ്പ് അതിന്റെ യാത്ര തുടങ്ങുന്നത് മുട്ടയായിരിക്കുമ്പോഴാണ്. പെൺപാമ്പുകളെ 9 മുതൽ 10 മാസം പ്രായമാകുമ്പോൾ മുതൽ ഇണ ചേർക്കുന്നു. പാമ്പുകൾ സാധാരണയായി പരസ്പരം പിണഞ്ഞുകിടന്നാണ് ഇണചേർന്നത്. ഇണചേർന്ന പാമ്പുകൾ മുട്ടയിടുമ്പോൾ സ്വന്തം മുട്ട തന്നെ തിന്നാതിരിക്കാൻ പാമ്പുകളുടെ വായ് തുന്നിക്കെട്ടുന്നു. ഇണചേർന്ന് 30 മുതൽ 35 ദിവസങ്ങൾക്ക് ശേഷം പെൺപാമ്പുകൾ 12 മുതൽ 21 മുട്ടകൾ വരെ ഇടുന്നു. മുട്ടകൾ ഇട്ടുകഴിഞ്ഞാലുടൻ പാമ്പിന്റെ വായിലെ നൂലഴിച്ചു മാറ്റുന്നു. മുട്ടയിടുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ ഇരിക്കുകയും ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും പാമ്പ് മുട്ടയിടുമ്പോൾ അവ ശേഖരിക്കുകയും ചെയ്യുന്നു. മുട്ടകൾ കൂടുതൽ സമയം കൂട്ടിനുള്ളിൽ തന്നെ ഇരുന്നാൽ അവ ഒന്നിനും ഉപയോഗിക്കാൻ കഴിയില്ല. ശേഖരിച്ച മുട്ടകൾ 5 സെന്റിമീറ്റർ കനത്തിൽ മണ്ണ് നിറച്ച ഒരു ബോക്സിൽ വയ്ക്കുന്നു. ഈ മണ്ണിൽ 25 മുതൽ 30% വരെ ഈർപ്പമുണ്ടായിരിക്കും. ഈ മുട്ടകൾക്ക് മുകളിൽ വീണ്ടും ഒരു നേർത്ത പാളി മണ്ണിട്ട് മൂടുന്നു. ഇൻക്യുബേഷൻ പീരീഡ് 75 ദിവസത്തോളം നീണ്ടു നിൽക്കും. ഈ കാലയളവിൽ മുട്ടകൾ കൃത്യമായി പരിശോധിക്കുകയും അവയെല്ലാം ഒരേ വലിപ്പത്തിലും ഒരേ നിറത്തിലും പൊട്ടാതെയും ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. മുട്ടകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവ ഉടൻ തന്നെ നീക്കം ചെയ്യുന്നു. ഇത് വലിയ മുറികളിൽ വലിയ തോതിൽ ചെയ്യുമ്പോൾ ആ മുറികളിലെ താപനില 80 ഡിഗ്രി ഫാരൻഹീറ്റിൽ നിലനിർത്തുന്നു. ഇതെല്ലാം കൂടുതൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങാൻ സഹായിക്കുന്നു. ഇൻക്യുബേറ്റർ ബോക്സിൽ വെച്ച മുട്ടകൾ വിരിഞ്ഞാൽ ആ ബോക്സ് വളരെ ശ്രദ്ധയോടെ പരിശോധിക്കുകയും ഒരു ചെറിയ പാമ്പുകുഞ്ഞു പോലും നഷ്ടപ്പെടാതെ എല്ലാത്തിനെയും ശേഖരിക്കുകയും ചെയ്യുന്നു. ശേഖരിച്ച കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി വലിയ കൂടുകളിലേക്ക് മാറ്റുന്നു. ഒരു കൂട്ടിൽ 80 പാമ്പുകൾ എന്ന നിലയിൽ തിരിച്ചുവിടുന്നു. പാമ്പുകുഞ്ഞുങ്ങൾ ആദ്യമായി തൊലിപ്പുറം മാറ്റിയ 7ാമത്തെ ദിവസം മുതലാണ് വെള്ളം നൽകുന്നത്. 3 മുതൽ 5 ദിവസത്തിലൊരിക്കൽ ചെറിയ തവളകൾ, എലികൾ തുടങ്ങിയ ഭക്ഷണങ്ങൾ നൽകുന്നു. 1 മാസം പ്രായമുള്ള 50 പാമ്പുകുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം 1/2 കിലോ തവളകൾ നൽകിയാൽ മതിയാകും. വളർന്ന പാമ്പുകളെ വളരെ സുരക്ഷിതമായി കോൺക്രീറ്റ് കൂടുകളിൽ അടച്ചിടുന്നു. ഇതവ രക്ഷപ്പെടുന്നത് തടയും. ഈ കോൺക്രീറ്റ് കൂടുകളെല്ലാം 1.2 മീറ്റർ ഉയരമുണ്ടായിരിക്കും. ഈ കൂടുകൾ പാമ്പുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാക്കാത്ത വിധത്തിൽ വശങ്ങളിൽ വാതിലുകളും നല്ല വായുസഞ്ചാരവുമുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാമ്പുകൾ സാധാരണയായി ചത്ത ഇരകളേക്കാൾ ജീവനുള്ള ഇരകളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇക്കാരണത്താൽ എലികൾ, കോഴിക്കുഞ്ഞുങ്ങൾ, തവളകൾ തുടങ്ങിയ പാമ്പുകൾക്ക് ഇഷ്ടപ്പെട്ട ഇരകളെ ജീവനോടെ തന്നെ നൽകുന്നു.
വലിയ പാമ്പുകൾക്ക് ആഴ്ചയിൽ 2-3 തവണ ഭക്ഷണം നൽകേണ്ടി വരും. ഈ ഭക്ഷണങ്ങൾ പാമ്പിന്റെ കൂട്ടിൽ വെറുതെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. പാമ്പുകൾക്ക് വിശക്കുമ്പോൾ അവ അതെടുത്ത് കഴിക്കും. ഭക്ഷണം കഴിക്കാൻ മടിക്കുന്ന ചില പാമ്പുകൾക്ക് അവ കഴിക്കാതിരിക്കുന്നത് നല്ലതല്ല എന്നതുകൊണ്ട് ഇടുക്കികൾ ഉപയോഗിച്ച് ഭക്ഷണം നൽകുന്നു. പാമ്പുകൾക്ക് 6 മാസം മുതൽ 12 മാസം വരെ പ്രായമാകുമ്പോഴാണ് ഇറച്ചിക്കായി വിളവെടുക്കുന്നത്. ഈ കാലയളവിൽ പാമ്പുകൾക്ക് 1/2 കിലോയോ അതിൽ കൂടുതലോ തൂക്കമുണ്ടെങ്കിൽ അവയെ ടോപ്പ് ഗ്രേഡായി കണക്കാക്കുന്നു. ആൺപാമ്പുകളെ മാത്രമാണ് ഇറച്ചിക്കായി എടുക്കുന്നത്. പെൺപാമ്പുകളെ മുട്ടകൾക്കായി തുടർന്നും വളർത്തുന്നു. 1.2 കിലോയിലധികം തൂക്കമുള്ള പെൺപാമ്പുകളെ ധാരാളം മുട്ടയിടുന്ന പാമ്പുകളായി കണക്കാക്കുന്നു. ഓരോ വർഷവും 7000 മുതൽ 9000 ടൺ വരെ പാമ്പിറച്ചിയാണ് ചൈനയിൽ വിളവെടുത്ത് പ്രോസസ് ചെയ്യുന്നത്. ഇതിൽ 40% പാചകത്തിനായി ഉപയോഗിക്കുന്നു. സ്നേക്ക് സൂപ്പ് ചൈനയിലെ പരമ്പരാഗത ഭക്ഷണങ്ങളിലൊന്നാണ്. ഇത് ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾ മാറ്റുമെന്നും നമുക്ക് പുതിയ ഊർജം നൽകുമെന്നും ദീർഘായുസ്സിന് സഹായിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. സ്നേക്ക് വൈൻ നിർമ്മാണത്തിൽ 67% ഫാമുകളിൽ വളർത്തുന്ന വിഷമുള്ളതും വിഷമില്ലാത്തതുമായ പാമ്പുകളെയാണ് ഉപയോഗിക്കുന്നത്. സ്നേക്ക് വൈനിനായി പാമ്പുകളെ കൊന്ന് വൃത്തിയാക്കുന്നു. പിത്തസഞ്ചി പോലുള്ള ഔഷധഗുണമുള്ള ശരീരഭാഗങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തുന്നു. അതിനുശേഷം വൈൻ നിർമ്മിക്കുന്ന ജാറുകളിൽ അവയെ നിവർത്തിവെച്ച് ആ ജാറിൽ റൈസ് വൈൻ നിറയ്ക്കുന്നു. ഇതിൽ 40 മുതൽ 60% വരെ ആൽക്കഹോൾ ചേർക്കുന്നു. ഈ മിശ്രിതം കുറഞ്ഞത് 6 മാസത്തേക്ക് മാറ്റിവെക്കുന്നു. എന്നാൽ മിക്കവാറും 3 വർഷത്തോളം ഇതിങ്ങനെ തന്നെ ഇരിക്കും. ജാറിനു മുകളിൽ തീയതിയും കമ്പനിയുടെ പേരും മാത്രം രേഖപ്പെടുത്തുന്നു. ഈ വൈൻ ഒരു ദിവസം 30 മുതൽ 50 മില്ലിലിറ്റർ വരെ കുടിക്കുമ്പോൾ സന്ധിവാതം പോലുള്ള പ്രശ്നങ്ങൾ മാറുമെന്നും ശരീരത്തിന് ഊർജം ലഭിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ഇതിലെ നല്ല കാര്യങ്ങൾക്കപ്പുറം ചില മോശം വശങ്ങളുമുണ്ട്. പാമ്പ് പ്രോസസ് ചെയ്യുമ്പോൾ കൊല്ലപ്പെടാതെ ജാറിലിട്ടതുകൊണ്ട് ചില പാമ്പുകൾ 3 വർഷത്തിനു ശേഷവും ജാറിനുള്ളിൽ ജീവനോടെ ഇരിക്കുകയും മനുഷ്യരെ കടിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2023-ൽ ഈ പാമ്പ് ഗ്രാമം 30 ലക്ഷം പാമ്പുകളെ മരുന്നുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് വിറ്റു. പാമ്പുകളുടെ പിത്തസഞ്ചിയും തോലും പോഷക ഗുളികകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഈ ഉൽപ്പന്നങ്ങൾ ജപ്പാൻ, ദക്ഷിണ കൊറിയ, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോലും വിൽക്കപ്പെടുന്നു. എന്നാൽ ഒരു പാമ്പിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു അതിന്റെ വിഷമാണ്. ചൈനയിൽ പാമ്പിൻ വിഷത്തെ സ്വർണ്ണദ്രാവകം എന്നാണ് വിളിക്കുന്നത്. പാമ്പിൻ വിഷത്തിന് 1 ഗ്രാമിന് 38,000 മുതൽ 64,000 രൂപ വരെ വില വരുന്നു. ഇത് പാമ്പിന്റെ വർഗമനുസരിച്ച് മാറും. പാമ്പിൻ വിഷം ശേഖരിക്കുക എന്നത് എളുപ്പമുള്ള പണിയല്ല. അതിന് നല്ല അനുഭവസമ്പത്തും കഴിവും ആവശ്യമാണ്. ഇക്കാരണത്താലാണ് പാമ്പിൻ വിഷത്തിന് ഇത്രയധികം വില വരുന്നത്. പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നവർ വളരെ സുരക്ഷിതമായ സാഹചര്യത്തിൽ വേണം ഇത് ചെയ്യാൻ. പുതുതായി വിഷമെടുക്കുന്നവർക്ക് കൂടുതൽ തവണ പാമ്പ് കടിയേൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് തുടർച്ചയായി ചെയ്യുമ്പോൾ ആ ജോലി അവർക്ക് വലിയ വരുമാനം നൽകുന്നു. ഒരു പാമ്പ് തൊലി ഉരിക്കാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണമായി അത് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുകയും അല്പം കൂടുതൽ ആക്രമണ സ്വഭാവം കാണിക്കുകയും ചെയ്യും. പാമ്പിന്റെ തൊലി വെളുത്ത നിറമാകുകയും കണ്ണുകൾ കലങ്ങിയതുപോലെ തോന്നിക്കുകയും ചെയ്യും. ആ സമയത്താണ് പാമ്പുകൾ തൊലി ഉരിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. പ്രായം കുറഞ്ഞ പാമ്പുകൾ 28 മുതൽ 30 ദിവസത്തിലൊരിക്കൽ തൊലിയുരിക്കും. വളർന്ന പാമ്പുകൾ, പ്രത്യേകിച്ച് 2 വയസ്സിന് മുകളിലുള്ളവ, 35 മുതൽ 45 ദിവസത്തിലൊരിക്കൽ തൊലിയുരിക്കുന്നു. പാമ്പുകൾ വേനൽക്കാലത്തും ഇലപൊഴിയും കാലത്തുമാണ് കൂടുതൽ തൊലിയുരിക്കുന്നത്. ഈ കാലയളവിൽ ഫാമുകൾ കൃത്യമായി വൃത്തിയാക്കി സൂക്ഷിക്കും. കാരണം ഈ സമയത്ത് ഫാമിൽ എവിടെ നോക്കിയാലും പാമ്പിൻ തൊലി കൊണ്ട് നിറഞ്ഞിരിക്കും. പാമ്പുകൾ രോഗപ്രതിരോധശേഷി കൂടിയ വന്യജീവികളാണെങ്കിലും ശരിയായ പരിചരണമില്ലെങ്കിൽ അവയും രോഗം ബാധിച്ച് ചത്തുപോകും. ഇക്കാരണത്താൽ പാമ്പ് വളർത്തുന്നവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. പാമ്പുകൾക്ക് കുടിക്കാൻ എപ്പോഴും ശുദ്ധജലം തന്നെ നൽകണം. അതുമാത്രമല്ല, കുളിക്കാനും ശുദ്ധജലം തന്നെയാണ് നൽകുന്നത്. പാമ്പുകൾ വളരെ വരണ്ട ചർമ്മമുള്ള ജീവികളാണ്. അതുമാത്രമല്ല, പാമ്പുകളിൽ നിന്ന് ദുർഗന്ധമൊന്നും വരാറില്ല. പാമ്പുകൾക്ക് മുഖം നോക്കി ഒരാളെ തിരിച്ചറിയാൻ കഴിയില്ല. എങ്കിലും ഫാമിൽ പുതുതായി വരുന്നവരോട് പാമ്പുകൾ അല്പം ആക്രമണ സ്വഭാവം കാണിക്കും. അതേസമയം ഉടമസ്ഥരോടും അവയെ പരിപാലിക്കുന്നവരോടും അവ ശാന്തമായി പെരുമാറും. ഇതിന് കാരണം പാമ്പുകളുടെ ഗന്ധം തിരിച്ചറിയാനുള്ള സെൻസറുകളാണ്. മുഖം നോക്കി ഒരാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളുടെ ഗന്ധവും അദ്ദേഹമുണ്ടാക്കുന്ന ചലനങ്ങൾ അഥവാ വൈബ്രേഷൻസ് വഴി പാമ്പുകൾക്ക് അയാളെ തിരിച്ചറിയാൻ സാധിക്കും. ഇക്കാരണത്താൽ പാമ്പുകളെ പരിപാലിക്കുന്ന ഓരോരുത്തർക്കും നിശ്ചിത എണ്ണം പാമ്പുകളെ ചുമതലയാക്കുന്നു. ഈ വ്യക്തികൾ പെർഫ്യൂം ഉപയോഗിക്കുകയോ മദ്യം കഴിക്കുകയോ ചെയ്താൽ അവർ പാമ്പുകളുടെ അടുത്തേക്ക് പോകാറില്ല. ഇതൊക്കെ അവരുടെ ശരീരഗന്ധത്തിൽ മാറ്റം വരുത്തുന്നതുകൊണ്ട് പാമ്പുകൾ ആശയക്കുഴപ്പത്തിലാവുകയും അവയെ ആക്രമിക്കാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ആൻഡ് ബൈ.